റെഡിയല്ലേ? അന്നത്തെ ദിവസം എന്താ ശരിക്കും സംഭവിച്ചത്? അന്നത്തെ ദിവസം ഞാൻ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞാൽ അങ്ങാടിക്കൊന്ന് ഇറങ്ങും. ഒരു 6-6:30 നമ്മൾ വീടെത്തുക. പക്ഷെ അന്ന് ഞാനൊരു 6:10 ആയപ്പോഴേക്കും വീടെത്തി. വീട്ടിൽ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 7:30 ആകുമ്പോൾ ഞാൻ കടന്നുറങ്ങും. രാവിലെ 3 മണിക്ക് എഴുന്നേക്കുന്ന പശു കറവുള്ളതുകൊണ്ട് പശുവിനെ പറ്റിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 2 പിള്ളേർ പഠിക്കുന്നു. അങ്ങനെ 7:30 കടന്നു. 11 മണിക്ക് വീട്ടിൽ വാതിലിൽ ഇങ്ങനെ അടിക്കുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. എണീച്ചപ്പോൾ ഇവർ പറഞ്ഞു ആരാന്ന് ചോദിച്ചു. വാതിൽ തുറന്നോളൂ, പോലീസുകാരാന്ന് പറഞ്ഞു. വാതിൽ തുറന്നു. എന്താ കാര്യം? അപ്പോൾ വൈഫായിട്ട് ലൈറ്റൊക്കെ ഇട്ടു. പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിലാണ് വന്നിരിക്കുന്നത്, മഫ്റ്റി വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഇവർ 2 ID കാർഡ് കാണിച്ചു. 2 പേരും സബ് ഇൻസ്പെക്ടർമാരാണ്. ഒരാൾ മനോജൻ, ഒരാളെന്താ ഷിയാസ് എന്നെന്താ പേര്. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല, എന്താ കാര്യം പറയാം, വണ്ടി നിങ്ങൾ തല്ലിയെന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇവരെ ടോർച്ച് അടിച്ച് കാണിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. കുറച്ച് കർണാടക പാക്കറ്റ് എന്തോ ഒരു കവറിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെതല്ല, ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു. അവർ തന്നെ വലിച്ചിട്ടു. ഞാൻ വേഗം എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചേട്ടായിനെയും വിളിച്ചു, എൻ്റെ ഒരു സുഹൃത്തിനെയും വിളിച്ചു. അവർ 2 പേരും വന്നതിന് ശേഷമാണ് ഇവർ ഈ സാധനം കുടഞ്ഞത്. നമ്മളന്ന് നമ്മളതല്ല എന്ന് ആകുന്നത്ര പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്ന ലക്ഷണമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇവരെന്തായാലും കരുതി കൂട്ടി വന്നതാണ്, ഇവർ നമ്മളെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. അവരന്ന് എന്നെ കൊണ്ടുപോയി സ്റ്റേഷനിലിരുത്തി. എന്നെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടിരുത്തി എനിക്ക് ചായ മേടിച്ചു തന്നു, വെള്ളം, ചൂടുവെള്ളം ആവശ്യപ്പെടുന്നതെല്ലാം തന്നു. ഇവരിതിൻ്റെ FIR എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ 7 മണിക്കാണ് ഇവർ FIR എഴുതി. ഇവർ അപ്പുറത്തെ പുറത്തെ റൂമിൽ അവർ പോയിരുന്നു. SI-മാർ 2 ആളും അവിടെ താറാവ് വരുന്ന 3 പോലീസുകാരും ഞാനും ഞങ്ങൾ ജോലിയായി വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 6:30 കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. വായിച്ച് നോക്കിയിട്ട് ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞു. വായിച്ച് നോക്കി നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതൊരു രസീത് ബുക്ക് പോലത്തെ ഒരു ബുക്കാണ്. അപ്പോൾ ഞാൻ അതിൽ വായിച്ച് നോക്കി എൻ്റെ പേരും വീട്ടുപേര് ചാച്ചൻ്റെ പേര് അഡ്രസ്സെല്ലാം ഇതിൻ്റെ ഞാൻ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ സുരക്ഷ ഞങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ പുറത്തിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ലോക്കപ്പിലിരിക്കണം എന്ന് പറഞ്ഞു. എന്നെ ലോക്കപ്പ് കൊണ്ടാക്കി. അവിടുന്ന് എനിക്ക് ചായയും വെള്ളമൊക്കെ മേടിച്ചെന്ന് വേറെ കുഴപ്പമൊന്നും. അന്നേരം ഞാൻ ഈ SI-നോട് പറഞ്ഞു സാർ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ചേട്ടാ അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ട് ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നിങ്ങളെ പ്രതിയാക്കിയല്ല ചെയ്യുന്നത്, നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളൊരു ഇതാണെന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം ഇവർ കുറേ കടലാസുകളൊക്കെ എഴുതി FIR ഇടാൻ വേണ്ടി മറ്റേ റൈറ്റർ എടുത്ത് കൊടുക്കുന്നത് 7:40 7:45 സമയത്താണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ പെരിക്കല്ലൂരുള്ള ഒരു ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിരുന്നു. ഇത്ര 20 പാക്കറ്റ് ചാരായം, 15 തോട്ട, 10 ക്യാപ്പ്, 1/2 മീറ്റർ തിരി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. അപ്പോഴേ എനിക്ക് സംശയം മണത്തു. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഈ വാർത്ത വന്നു. പോലീസുകാരോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് കൊടുത്തോന്ന് ചോദിച്ചു. ഞങ്ങൾ കൊടുത്തില്ല, ഞങ്ങളങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. SI-നോട് ചോദിച്ചു സാറേ നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്തോന്ന് വെച്ചാൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഓർത്തു ഇതിൻ്റെ ബാക്കിൽ വേറെ വെച്ചവർ തന്നെയാണ് ഓൺലൈൻ ചാനലിൽ വാർത്ത. ഈ ഓൺലൈൻ ചാനലുകാരനടക്കം ഇതിൽ പ്രതിയാണ്. ഇപ്പോൾ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ഭാര്യ മകനെ കൂടി പാർട്ടിക്കാർ ഇടപെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തി. അതിൽ പോലീസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർ ചെയ്തത്. പക്ഷേ അതിനുശേഷം SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു, DYSP ബത്തേരി DYSP-ക്ക് പരാതി കൊടുത്തു, കലക്ടർക്ക് കൊടുത്തു. ഇതെല്ലാം ഭാര്യയും മകനും കൂടി പോയിട്ട് കൊടുത്തു. എന്നെ ഇവർ വൈകുന്നേരം എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇവിടുന്ന് ഫിംഗർ പ്രിൻ്റ് വരെ കൽപ്പറ്റ സ്റ്റേഷനിൽ കൊണ്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫിംഗർ പരിശോധിക്കണം, എൻ്റെ ഫിംഗർ അതിലുണ്ടെങ്കിൽ എന്നെ കുറ്റവാളിയാക്കിക്കോ എന്ന് ഞാൻ SI-യോട് പറഞ്ഞത് പ്രകാരം രാത്രി ഒരു 10 മണിയോളമായി കൽപ്പറ്റ കൊണ്ടുവന്ന് എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നത്. അതും എടുത്ത് 11 മണിക്കാണ് വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് പിടിച്ച എന്നെ ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് വൈത്തിരി ജയിലിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ എത്ര ദിവസം? ഇപ്പോൾ 17 ദിവസമായി ഞാൻ വീട്ടിൽ നടക്കുന്നത്. ഈ ആദ്യത്തെ റോഡിൽ നിന്ന് നിങ്ങളുടെ വീട് റോഡിന് തൊട്ടടുത്താണ്. അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ്, അതായത് ഒളിപ്പിച്ച രീതിയിലായിരുന്നില്ല. കാറിന്റെ നേരെ അടിയിൽ ബാക്ക് ടയറിനോട് ചേർത്ത് ഒരു പ്ലാസ്റ്റിക് കവർ, അതിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഉണ്ടായി. വീടിനും അതിലോ ഗേറ്റ് ഒന്നും. ഇത് പ്രഥമ ദൃഷ്ട്യാ നോക്കിയാൽ തന്നെ ഇത് ആരോ കൊണ്ടിട്ടതാണെന്ന് അറിയാം. അക്കാര്യം പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു അതൊന്നും ഞങ്ങളിപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും, അതുവരെ നിങ്ങൾ അധികം വർത്താനം പറയണ്ട. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പോലീസ് നമ്മളോട് തട്ടിക്കയറുന്ന ആ ഒരു എന്താ പേര് ആദ്യം പറഞ്ഞല്ലോ, ഷിനാസ് അല്ല, SI. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊഫഷണൽ SI ആണ്. നമ്മളോട് തട്ടിക്കയറുന്ന രീതിയിലായിരുന്നു അയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ എന്നോട് 1-2 ചോദ്യം ചോദിച്ചാൽ ഞാൻ അറിയില്ല എന്ന് മാത്രമേ പറഞ്ഞു. അത് ഫുള്ള് മനോജൻ എന്ന് പറഞ്ഞ SI ഇതെല്ലാം തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും ഈ സാധനങ്ങളും എല്ലാം പകർത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് SP-ക്ക് കൊടുത്ത പരാതി പ്രകാരം പുൽപ്പള്ളി CI-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നതിലാണ് ഇപ്പോൾ ഒരു പ്രതിയെ കിട്ടിയിരിക്കുന്നത്. കിട്ടിയ പ്രതി ഞാൻ പറയുന്നത് ചൂണ്ടയിലിട്ട ഒരു ഇര മാത്രമാണ്. ഈ കൊളുത്തി ഇട്ടവനും ചൂണ്ട പിടിച്ചവനും ഒക്കെ ഒളിവിലാണ്. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം.
ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് പാർട്ടിയിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു ഗ്രൂപ്പ് വഴക്കല്ല. ഇവർ കുറച്ച് പേര് കൂടി മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. ഒരുത്തനെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കി, അവൻ വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിക്കൊണ്ട് മാത്രം കഴിക്കലായി. ഒരുത്തൻ്റെ വീട്ടിൽ ചെന്നു, ഒരു 101 നമ്പർ കാറും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ CCTV ഉണ്ടെന്ന് പറഞ്ഞതോടുകൂടി ഇവർ വിട്ടുപോയി. വേറൊരുത്തൻ്റെ വീട്ടിൽ രാത്രി ചെന്ന് പട്ടി കുറച്ചതുകൊണ്ട് ഇവരിറങ്ങിപ്പോയി. ഇങ്ങനെ ഇവരെ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വക്കീൽ ബുദ്ധിയിലാണ് ഈ തോട്ടയും ചാരായവും വന്നത്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടാതെ രാജ്യദ്രോഹ കുറ്റമാണ്. അതെന്നോട് പറഞ്ഞ ജയിലറാണ് പറഞ്ഞത്. ഇങ്ങനെ കുറ്റമുണ്ട്, 60 ദിവസം കിടക്കാണ്ട് ജാമ്യത്തിന് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ബിജു ആൻ്റണി സാറല്ലേ CIയുടെ ശക്തമായ അന്വേഷണത്തിൽ ഇപ്പോൾ ഇരേനെങ്കിലും കിട്ടിയത്. ഇനി ഇര കൊളുത്തിയിട്ടവനും ചൂണ്ടൊക്കെ പിടിച്ചവനൊക്കെ ഒളിവിലാണ്. അവരെയും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതിന് ND അപ്പച്ചന് വരെ, DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, 2ാം വാർഡിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റാണ് ഞാൻ. കോൺഗ്രസ് 2ാം വാർഡിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ ND അപ്പച്ചൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കാല് വയ്യാത്ത ഒരു ആദിവാസി OR രഘു എന്ന് പറയുന്ന അതും അഡ്വക്കറ്റാണ്, വക്കീൽ കോഴ്സ് പഠിച്ചാണ്. ആ രഘുവിനെ കൊണ്ട് ഞങ്ങൾ 12 ആളെ പേര് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. കാടിച്ചിറ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വികസന സെമിനാർ, അന്ന് ഞങ്ങൾ സെമിനാർ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വാശി പിടിച്ച് വെച്ച് അവിടെ കച്ചറയുണ്ടായി. ആ വികസന സെമിനാറിൽ രഘുവിനെ തല്ലി എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ രഘു അതിലെ പയർ പോലെ ഓടി നടക്കുന്നു. ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ രഘു ഒരു കുഴപ്പമില്ലാതെ അന്നും ഓടി നടക്കുന്ന വിഷ്വലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് 3 മണിയായപ്പോൾ, 12 മണിക്ക് കഴിഞ്ഞ സംഭവം 3 മണിയായപ്പോഴാണ് രഘു മാനന്തവാടി ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയാലും അവിടെ പോയി മരുന്ന് മേടിച്ച് കാര്യവും പറഞ്ഞ് രഘു തിരിച്ച് വീട്ടിൽ പോകും. ഇതിൻ്റെ എല്ലാം ബുദ്ധി കേന്ദ്രം PD സജിയാണ്. 2ാം വാർഡ് മെമ്പറായ നെല്ലേടൻ ജോസുണ്ട് പുറകെ. അദ്ദേഹം ഈ പഞ്ചായത്ത് മെമ്പർ ആകുന്ന സമയത്ത് അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നു. അതിൻ്റെയൊക്കെ വൈരാഗ്യമാണ് നമ്മളോട് കാണിക്കുന്നത്. കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ ഇവൻ ബത്തേരിത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ് PD സജി. അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവൻ ജാമ്യം തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് എന്താ റിപ്പോർട്ടുണ്ടായിരുന്നു? പോലീസിലെ റിപ്പോർട്ട് എന്താണ്, കോടതി കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. അല്ല, പോലീസ് കൽപ്പറ്റയ്ക്ക് കേസ് തള്ളിയതിനു ശേഷം പോലീസ് നല്ല റിപ്പോർട്ടാണ്. ഇവർ അന്വേഷിച്ച് ആളെ ഇവർക്ക് വിവരം കിട്ടി, എങ്ങനെയോ ഫോൺ ഇതാക്കിയത് വിവരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫോണ് പോലീസിൻ്റെ എന്നെ പിടിച്ച ആ സമയത്ത് പോലീസ് എൻ്റെ ഫോൺ മേടിച്ച് വെച്ചതാണ്. ആ ഫോണ് ഇവർ നോക്കി, എൻ്റെ അക്കൗണ്ട് നോക്കി, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജയിലിലാണെങ്കിലും ഞാൻ വിവരങ്ങൾ അറിയുന്നത് എന്നെ കാണാൻ വരുന്നവർ പറയുന്നുണ്ടായിരുന്നു. എല്ലാം എടുത്തതിലും ഞാൻ നിരപരാധിയാണെന്ന് അവർക്കും തെളിഞ്ഞിട്ടുണ്ടാകും. പോലീസിനോട് പറഞ്ഞിരുന്നു? ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അവർ പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനം കിട്ടി, നിങ്ങളുടെ വീട്ടിലാണ് സാധനം ഉള്ളത്, അപ്പം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് അവരുടെ ഒരു നിസ്സായാവസ്ഥ. പോലീസിനും പങ്കുണ്ടോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ തട്ടിക്കയറി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് എനിക്കൊരു വിചാരം വന്നങ്ങനെ. കാരണം ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്ത ഒരാളുണ്ടാവുമല്ലോ. അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സാധനങ്ങളാണ്, ഇന്ന വകുപ്പിട്ടോളം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. കാണാൻ വന്നിരുന്നു. അത് ഇപ്പോൾ എന്നെ ശനിയാഴ്ച രാത്രി ജയിലിലാക്കി. ഞായറാഴ്ച 4 മണിയായപ്പോഴേക്ക് IC ബാലകൃഷ്ണൻ വന്നിരുന്നു. പിന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ബീന ജോസ് വന്നിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഗിരിജാകൃഷ്ണൻ വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മേഴ്സി ചേച്ചി വന്നിരുന്നു. DCC പ്രസിഡന്റ് അങ്ങനെ ആരും വന്നില്ല. DCC സെക്രട്ടറിമാരിൽ ബീന ജോസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ്. അത് ND അപ്പച്ചനടക്കം ഇതിൽ പങ്കുണ്ട്. ഇതനുസരിച്ച് ഞങ്ങൾ KPCCക്ക് വരെ എൻ്റെ കൂടെയുള്ളവർ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഞാൻ എൻ്റെ ഫോൺ മേടിച്ചിട്ട് വേണം സണ്ണി ജോസഫ് സാറിനെയൊക്കെ ഒന്ന് വിളിക്കാൻ. ഇപ്പൊ എങ്ങനെ ജാമ്യമാണോ കിട്ടിയതോ? അല്ല, ജാമ്യമല്ല, എന്നെ നിരപരാധിയാണെന്ന് തെളിഞ്ഞു, അതുകൊണ്ട് തന്നെ വിടുകയാണെന്നാണ് ജയിലർ പറഞ്ഞത്. യഥാർത്ഥ പ്രതിനെ കിട്ടി. അപ്പോൾ അവനെ ഇതുവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ ഇറങ്ങുന്നവരെ വൈത്തിരി എത്തിച്ചിട്ടില്ല. ഇനി ഞാൻ ഇറങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് മാനന്തവാടിക്ക് മാറ്റുമെന്ന് അറിയില്ല. എന്താണ് ഈ വൈരാഗ്യത്തിന് പാർട്ടിയിലെ വഴക്കുകൾ തന്നെ, പടലപ്പിണക്കങ്ങൾ തന്നെയാണ്. അല്ലാതെ നമ്മൾ വേറെ ആരോടും ഒരു CPM-കാരൻ പോലും ഞാൻ അറസ്റ്റിലായി എന്നെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയാണ് പത്രത്തിൽ എഴുതിയത്. ദേശാഭിമാനിയിലും മനോരമയിലൊക്കെ ഉണ്ടാവും ഇത് കോൺഗ്രസിലെ തന്നെ കുടിപ്പകയാണെന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് 17 ദിവസം കടന്നു. അതിനെന്താന്നുള്ളത് ഇനി അടുത്തത് ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടിട്ട് അന്വേഷിക്കട്ടെ. പരാതി കൊടുക്കേണ്ടി വരും. അത് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്നു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കണം. അതിപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പുൽപ്പള്ളി സ്റ്റേഷനിൽ കയറുന്നുണ്ട്. കയറിയിട്ട് അവരോട് സംസാരിക്കട്ടെ. അപ്പോൾ ഇത്രയും കൊണ്ടുവന്നത് ഇപ്പോൾ ഈ ഒരു പ്രതിയെ പിടിച്ചത് പുൽപ്പള്ളി CIയുടെ നേതൃത്വത്തിലാണ്. പ്രതി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയും ഒരു 60 ദിവസമൊക്കെ കിടക്കേണ്ടി വന്നു. ജയിലർ തന്നെ പറഞ്ഞു ഈ ഒരു കേസ് 60 ദിവസമെങ്കിലും കഴിയാതെ ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു.
നിങ്ങൾ എങ്ങനെ എത്രയും ദിവസം തള്ളി നീക്കിയ ഈ ഒരു നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട്? അല്ല നിരപരാധിയാന്ന് നമുക്കറിയാം, നമ്മൾ പറയുന്നവർ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല സാറേ ചെയ്യുന്നത്. പന്നി വളർത്തുന്ന പോലെ നേരത്തെ ഭക്ഷണമുണ്ട്, കടന്നുറങ്ങിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ആടിച്ചറയിലെ വികസന സെമിനാറിൽ പങ്കെടുത്തിരുന്നു. സംഘർഷം ഉണ്ടാകുന്ന സമയത്തുണ്ട്. ഈ കുടുംബത്തിന് വലിയ മാനസിക വിഷമമായിരിക്കും അല്ലേ? കുടുംബത്തിന് മാനസിക വിഷമമില്ല. കാരണം ഇത് മലയാള പത്രത്തിലെല്ലാം വന്നു, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ് എല്ലാ ചാനലിലും വിട്ടിരുന്ന ആ വ്യക്തി അയാളുടെ അടുത്തുനിന്ന് ഞാൻ 2010 ഫോട്ടോ എടുത്തിരുന്നു. അയാൾ സ്റ്റുഡിയോക്കാരനും കൂടിയാണ്. ആ ഫോട്ടോ കമ്പ്യൂട്ടറിൽ ഇട്ടുകൊണ്ട് 10:40 എന്നൊരു നമ്പർ തന്നു കഴിഞ്ഞപ്പോഴും ഈ നമ്പർ പറഞ്ഞാൽ എൻ്റെ അനുവാദം ഇല്ലാതെ ആ ഫോട്ടോ എടുത്തിട്ടാണ് പുള്ളി പത്രത്തിൽ വാർത്ത എത്തുന്നത്. അപ്പോൾ അതിനെതിരെ എന്ത് നിയമ നടപടി ചെയ്യാൻ പറ്റും? എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ഫോട്ടോ അങ്ങനെ അയാളെ വിശ്വസിച്ചാണ് നമ്മുടെ ഫോട്ടോ അയാളെ ഇതിൽ വെക്കുമ്പോൾ എടുക്കുന്നത്. അതെടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമല്ലാത്തൊരു കാര്യമാണ്. മനോരമയുടെ ആളാണ് അയാൾ. മനോരമ എന്ന് പറഞ്ഞ് മനോരമയുടെ ഒരു ലേഖകനൊക്കെയാണ്, ജാമിൻ ജോസഫ് എന്ന് പറഞ്ഞു, ഓൺലൈൻ ചാനലുകാരൻ. അയാളുടെ അപ്പം പണ്ട് മനോരമ ഏജൻ്റായിരുന്നു.